ആവശ്യമായിട്ടുള്ള സ്റ്റഫിന് ആവശ്യമായിട്ടുള്ള കൂട്ട് സവാള കൊത്തിയരിഞ്ഞത്, 2 സവാള കൊത്തിയരിഞ്ഞത്, ഇഞ്ചി ചെറിയ കഷ്ണം ഇഞ്ചി മതിയാവും, ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 1 ടൊമാറ്റോ കൊത്തിയരിഞ്ഞത്, പെപ്പർ, പച്ചമുളക് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഡാൽഡ, മൈദ, പിന്നെ മുട്ട. ഈ മുട്ട സാധാരണമായിട്ട് നമുക്ക് അതിന്റെ വേണ്ടിയിട്ടുള്ള ബാറ്ററാണ്. അത് ചിക്കൻ റോളിന് ആവശ്യമായിട്ടുള്ള ബാറ്ററിനും ഈ മുട്ട ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആദ്യം ഈ കട്ട്ലറ്റിനൊക്കെ നമ്മൾ സാധാരണ ഈ എന്താ പറയുന്ന മുട്ട മുക്കിയിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിന് മുട്ട ആവശ്യമായിട്ട് വരും. അതിലേക്ക് നമുക്ക് പോകാം. ഇപ്പൊ കൺഫ്യൂഷൻ വേണ്ട. ഇപ്പൊ തൽക്കാലം നമുക്ക് 4 പിന്നെ ഇതിനകത്ത് ബ്രെഡ് പൊടിച്ചത് നമുക്ക് യൂസ് ചെയ്യാം, അല്ലാതെ നമുക്ക് റസ്ക് ആണെങ്കിലും റസ്ക് പൊടിച്ചത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് 1 കവർ പാല്, വെളിച്ചെണ്ണ. അപ്പൊ ആദ്യം നമുക്ക് എന്താ ചെയ്യണം? ഞാൻ പറഞ്ഞില്ലേ, കുരുമുളക്, ഉപ്പ്, പിന്നെ കറിവേപ്പില ഇതൊക്കെ ഇട്ട് നല്ല വേവിച്ചെടുത്ത് ഈ ചിക്കൻ പീസസ് ഫ്ലഷ് ഒക്കെ മാറ്റി നമ്മൾ മിക്സിയിലെടുത്ത് നന്നായിട്ട് ഈ രീതിയിൽ പൊടിച്ചെടുത്തു. അപ്പൊ നമ്മൾ നോക്കാം, നന്നായിട്ട് ഇത്രയും നമ്മൾ പൊടിച്ചെടുക്കണം. ഇതിൽ കൂടുതൽ അങ്ങ് അരഞ്ഞങ്ങ് പോകരുത്. ഇങ്ങനെ നമുക്ക് സ്റ്റഫിന് ആവശ്യമായിട്ടുള്ള നല്ല 1 2 3 കറക്റ്റ് നല്ല സ്പീഡിൽ കറക്കിയാൽ മതി. ഇതുപോലെ കിട്ടും, ഈ ചെറിയ തരുതര് പോലെ. ആദ്യം നമുക്ക് ഈ ഡാൽഡ നമുക്ക് ഉരുക്കണം. ഇതിലേക്ക് നമുക്ക് ഡാൽഡ, ഈ ഡാൽഡ ഇട്ട് ഇതൊന്ന് ഉരുകി വന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണം? ഇതിനകത്തേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇടും. ഇത് കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്ത് ഇതങ്ങ് കുറുകി വരുമ്പോഴത്തേനും നമ്മളങ്ങ് വാങ്ങി വെക്കണം. ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു തിക്ക് പേസ്റ്റ് ആകുമ്പോഴത്തേക്ക് മാറ്റി വെക്കണം. കാരണം ഇതാണ് പിന്നെ നമ്മൾ ചിക്കൻ്റെ കൂടെ ഇത് ഈ സോസ് നമ്മൾ മിക്സ് ചെയ്യുക ചെയ്യുന്നത്. നമ്മുടെ ഡാൽഡ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് മൈദ, മൂന്ന് ടേബിൾ സ്പൂൺ മൈദ. ഇനി ഈ സോസ് ഏകദേശം ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. നമ്മൾ തീ കുറച്ച് വെക്കുന്നതാണ് നല്ലത്. ഇനി പൊടിയെല്ലാം നല്ല ഏകദേശം നല്ല ഇതിൽ വരുന്നുണ്ട്, നല്ല സോസ് പോലെ തിക്കാവുന്നതിന്. ഇപ്പൊ ഇനി തിക്കാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ശകലം പാല്, ആ കൺസിസ്റ്റൻസി നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടാവണം. തീരെ വെള്ളം പോലെ ആവാൻ പാടില്ല. ഇപ്പൊ ഒരു കപ്പ് പാലാണ് ഇതിൻ്റെ എടുത്തേക്കുന്നത്. ഇതിനി നല്ലതായിട്ട് കുറുകി വരും. ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമ്മൾ മാറ്റണം. ഈ സോസിലേക്ക് നമ്മൾ ഇനി ശകലം പെപ്പർ പൗഡർ, ഒരു പെപ്പർ പൗഡർ ഇട്ടാണ് നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ചിക്കൻ വേവിച്ച്. ഇതിനകത്തൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പം ഇനി ഇതിലേക്ക് ഈ ഒരു കണക്കിനായിട്ടും പാല്, അത് നമുക്ക് അതിന് പ്രത്യേക ഒരു കണക്ക് എത്ര പാൽ ഒഴിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് തിക്ക് ആകുന്ന അനുസരിച്ചിരിക്കണം. ഇത്രയും രീതിയിൽ പേസ്റ്റ് ആയിട്ട് വരണം ഇത്. അപ്പൊ ആദ്യം നമ്മൾ ഈ പേസ്റ്റ് നമ്മളിപ്പോ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ ഇനി നമുക്ക് അടുത്തുള്ള പരിപാടി എന്താ? നമ്മൾ ചിക്കൻ റോളിന് ആവശ്യമായിട്ടുള്ള പേസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞു. വേവിച്ച ചിക്കൻ മിൻസ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് സവാള കൊത്തി അരിഞ്ഞത്, ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 2 സവാള, നല്ല ഇടത്തരം വലുത് സവാള കൊത്തി അരിഞ്ഞത്, 1 തക്കാളി എടുത്തിട്ടുള്ളൂ, തക്കാളി കൊത്തി അരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ചെറിയ കഷ്ണം, ഒരു എന്താ പറയുന്നത് 1/2 ഇഞ്ച് നീളം, ചെറിയ കഷ്ണം ഇഞ്ചി ജാസ്തി ആവാൻ പാടില്ല, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്. ഇതിന്റെ ആ ഫ്രഷ്നെസ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ വഴറ്റിയെടുക്കണം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം ചേർക്കുക. ഇതെന്താ പറയുന്നത്, ഇത് ഇങ്ങനെ റോൾ ചെയ്ത് ഉണ്ടാക്കി നമ്മൾ നമുക്ക് എത്ര മാസം വരെയും ഇത് കേടുകൂടാതെ ആവശ്യമുള്ള മാത്രം എടുത്ത് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി. ഇങ്ങനെ റോളാക്കി സ്റ്റഫ് ചെയ്ത് റോളാക്കി ഇങ്ങനെ ഫ്രീസറിൽ തന്നെ കുറേ നാൾ ഇതിരിക്കും. അപ്പൊ നമ്മുടെ എണ്ണ നല്ലതായിട്ട് ചൂടായി. അപ്പൊ 2 സവാള കൊത്തി അരിഞ്ഞത്, കാരണം തക്കാളിയുടെ വെള്ളം ശകലം ഇറങ്ങും, അത് പോകുന്നിടം വരെയും നന്നായിട്ട് നമ്മൾ ഇത് വഴറ്റണം. 1 തക്കാളി,
2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഞാൻ പറഞ്ഞു ഇഞ്ചി ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി മതിയോ. നന്നായിട്ട് വഴണ്ട് വരണം. ഏകദേശം നല്ല തക്കാളിയും സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേനും നമ്മൾ ഈ മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റും. അപ്പൊ നമ്മുടെ ചിക്കൻ റോളിനകത്തുള്ള സ്റ്റഫ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് മൊത്തം ഞാൻ ഇതിനകത്ത് ചേർക്കത്തില്ല, ഭയങ്കര അങ്ങ് കുഴഞ്ഞു പോവും, മൈദ മാത്രമായി പോവും. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുന്നു. ഞാനിത് വളരെ ഒരു 6 പീസുള്ള ചിക്കൻ പീസസ് മാത്രമേ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ അവസാനം പാകത്തിന് ഉപ്പ്. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം, കാരണം ഗ്യാസിന്റെ പരിപാടി നമുക്ക് തീർന്നു. ഇനി പാകത്തിന് ഉപ്പ്. അപ്പൊ നമ്മുടെ ചിക്കൻ റോളിന് ആവശ്യമായിട്ടുള്ള സ്റ്റഫ് തയ്യാറായി. ഇനി ഈ സ്റ്റഫ് എന്താണെന്ന് തണക്കണം. അതിനായിട്ട് നമുക്ക് ഈ സ്റ്റഫ് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ ഔട്ടർ കവറിങ് അതിന് വേണ്ടിയിട്ടുള്ള അതിലേക്ക് നമുക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കവർ പാലാണ്, 4 മുട്ട. അപ്പൊ ഈ 4 മുട്ടയ്ക്ക് അനുസരിച്ച് വേണമുള്ള മൈദാ മാവാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ടത്. സാധാരണ നമ്മുടെ വീട്ടിലെ ആണുങ്ങൾക്കെല്ലാം തന്നെ ചെയ്യാൻ അറിയുന്ന രീതിയാണ് മുട്ട പൊട്ടിക്കുന്നത്. അതുകൊണ്ട് അവര് നല്ല സുഖിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ചിക്കൻ റോൾ ഉണ്ടാക്കി കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അവരിങ്ങനെ മുട്ട പൊട്ടിക്കാനും ഇങ്ങനെ മുട്ട ഇടയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനും ഇളക്കാനും ഒക്കെ അവരെ പിടിച്ചു നിർത്തണം. അപ്പൊ 4 മുട്ട, ഈ എടുത്തു വെച്ചിരിക്കുന്ന മൈദ. ഇപ്പൊ 1 കപ്പൊന്നും പോരാൻ തോന്നുന്നു, നമ്മൾ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പൊ ലേശം പാലും കൂടെ ഒഴിക്കണം. നമ്മൾ ഒത്തിരി പാലൊഴിക്കാൻ പാടില്ല. വെള്ളം പോലെ ഈ എന്നാ പറഞ്ഞ ഔട്ടർ കവറിന് വേണ്ടിയിട്ടുള്ള വെള്ളം പോലെ ഈ കവറിങ് ആവാൻ പാടില്ല. നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞ ഈ ഔട്ടർ കവറിനുള്ള ബാറ്റർ നമ്മൾ തയ്യാറായിട്ടുണ്ട്. പുറത്തിരിക്കുന്ന ആ മാവിന്റെ കൂട്ട് തയ്യാറായിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു. 4 മുട്ട, ശകലം പാല്, മൈദാ മാവ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഉടയാൻ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചാൽ മതി. അപ്പൊ ഒട്ടും കട്ട കൂടാതെ നല്ല നൈസ് ആയിട്ടുള്ള മാവ് കിട്ടും. ഇനി ഈ ബാറ്ററിന്റെ ശകലം ഉപ്പ്, ഇത്തിരി ടേസ്റ്റിനൊരു ഉപ്പ് വേണമല്ലോ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് എന്താ ഈ കൂട്ട് ദോശ പോലെ നന്നായിട്ട് ചുട്ടെടുക്കാം. ചുട്ടെടുത്തതിന് ശേഷം ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോഴിയിറച്ചി, അതായത് ഈ ചിക്കന്റെ സ്റ്റഫും എല്ലാം കൂടെ അതിനകത്ത് വെച്ച് റോൾ ചെയ്ത് ബ്രെഡ് ക്രംസി മുക്കി, മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസി ഒന്നും കൂടെ ഡിപ്പ് ചെയ്ത് നമുക്കിത് വറുത്തെടുക്കാം. നമ്മളിങ്ങനെ എന്താ പറഞ്ഞ ഈ ദോശ പോലെ ഇങ്ങനെ ചുട്ടെടുത്തതിന് ശേഷം സ്റ്റഫ് ചെയ്ത് റോൾ ചെയ്യാന്ന് വിചാരിക്കേണ്ട. ഉടനെ 2 പേർക്കുള്ള പണിയുണ്ട്. ഇത് ഒരാൾ തന്നെ ഇത് ചുട്ട് തരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ റോൾ ചെയ്യാൻ ഒരാളെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അത് എളുപ്പം നമുക്ക് ചെയ്യാം. 2 സൈഡും കൂടെ ഇത് ഫോൾഡ് ചെയ്യണം. അപ്പൊ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണ്? നേരെ ഈ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ റോള് 2 മുട്ട അടിച്ചത് ഈ മുട്ടയും മുക്കി നമ്മൾ ബ്രെഡ് ക്രംസി മുക്കി ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ തയ്യാർ. അപ്പൊ ഇത് ഫ്രൈ ആയി വരണം. അതുകൊണ്ട് ധാരാളം എണ്ണ ഇതിന് ആവശ്യമുണ്ട്. കാരണം ഈ റോള് മൊത്തത്തിൽ തന്നെ മുങ്ങിക്കിടക്കണം എണ്ണയിൽ. എണ്ണ നല്ല തിളച്ചതിന് ശേഷം മാത്രം ഇത് ഇടാം കേട്ടോ. ഇനി ഇത് എണ്ണക്കകത്ത് കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരണം. അപ്പൊ എന്ത് പെട്ടെന്നാണ് നമ്മുടെ ചിക്കൻ റോൾ തയ്യാറായത്. പറയാൻ എളുപ്പം, എന്ത് പെട്ടെന്നാണ് നമ്മുടെ ചിക്കൻ റോൾ തയ്യാറായത്. അല്ല, ഇത് നല്ല പാട് പിടിച്ച, എനിക്ക് തോന്നുന്നു നമ്മുടെ അടുക്കളയിൽ കൂടെ കാണിച്ച റെസിപ്പിയിലെല്ലാം തന്നെ ഇച്ചിരി റിസ്കി ആയിട്ടുള്ള, ഇച്ചിരി ടൈം എടുക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പൊ നമ്മുടെ ചിക്കൻ റോൾ ഏകദേശം ഈ ഒരു പരിവാകുമ്പോഴത്തേനും നമുക്ക് എടുത്തു മാറ്റാം. ഇതെല്ലാം ഒന്ന് നമുക്ക് മൊരിഞ്ഞു വരണം.